മമ്മൂക്ക ചിത്രമായ ബസൂക്കയുടെ കേരള ആൻഡ് വേൾഡ് വൈഡ് 3 ദിവസത്തെ കളക്ഷനും അതോടൊപ്പം തന്നെ തുടരുമെന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിൽ എത്തുന്ന മോഹൻലാൽ മൂവിയാണല്ലോ തുടരും ചിത്രത്തിന് ഇയർലി മോർണിംഗ് ഷോസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് രാവിലെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഫാൻസ് നിരാശരാണ്. 1000-500 ഫാൻസ് ഷോ എല്ലാം അവർക്ക് നടത്തണം എന്നുള്ളതാണല്ലോ ഓരോ സിനിമക്കും. എന്നാൽ തരുൺ മൂർത്തിക്ക് അത്തരത്തിൽ നേരത്തെ ഷോ തുടങ്ങുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ 10 മണിക്ക് തുടങ്ങാനാണ് ആലോചന. 25 സിനിമ തിയേറ്ററിൽ എത്തുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ വർക്കുകളെല്ലാം ഓൺ ആയിട്ടുണ്ട്. തരുൺ മൂർത്തിയുടെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദൃശ്യം പോലുള്ള ത്രില്ലർ മൂവി അല്ലെന്നും ഇതൊരു ഫാമിലി ഡ്രാമ സിനിമ മാത്രമാണെന്നും തരുൺ മൂർത്തി കൂട്ടിച്ചേർക്കുന്നു. വലിയൊരു ഹൈപ്പിലേക്ക് തുടരുമെന്ന് പറയുന്ന സിനിമയെ തള്ളിവിടാൻ തരുൺ മൂർത്തിക്ക് താല്പര്യമില്ല. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ഹൈപ്പിൽ വന്ന് പല സിനിമകളും ബോക്സ് ഓഫീസിൽ മൂക്ക് കുത്തി വീഴുന്നത് നാം എല്ലാം കണ്ടതാണ്. മോഹൻലാലും ശോഭനയും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിക്കുന്നതിനാലും അതോടൊപ്പം തന്നെ ലാലേട്ടൻ സാധാരണ വേഷത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം എത്തുന്നതിനാലും തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ഹൈപ്പ് കൊടുത്തില്ലേലും നല്ലൊരു പ്രതീക്ഷയും ഹൈപ്പും ഇപ്പോൾ തന്നെയുണ്ട്. 3-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എല്ലാം നോക്കുന്ന സമയത്ത് 3-ാമത്തെ ദിവസം കേരളത്തിൽ നിന്നും 2 കോടിയോളം രൂപ നേടുമെന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 5,50,00,000 രൂപ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 കോടി 3-ാമത്തെ ദിവസം വരുന്നതോടുകൂടെ 7.5 കോടിക്ക് മുകളിലേക്ക് കേരള കളക്ഷൻ എത്തപ്പെടും. ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും 7 കോടിയോളം രൂപ നേടിയ ചിത്രത്തിന്റെ 2-ാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ വരാനുള്ള സാധ്യത 2-ാമത്തെ ദിവസം വേൾഡ് വൈഡ് ഒരു 5 കോടിക്ക് മുകളിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ മാത്രം 12 കോടിക്ക് മുകളിലും 3-ാം ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്നും ഒരു 5 കോടിക്കടുത്താണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ 3 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 17 കോടിയിലേക്ക് എത്തപ്പെടും. നമ്മൾ ഈ പറഞ്ഞ കളക്ഷൻ ഫിഗറിലേക്ക് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ എത്തപ്പെടുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത്. നാളെ ഒരു ഉച്ചയോട് കൂടെ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അറിയാൻ സാധിക്കും.